കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അപേക്ഷയിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവിറക്കിയത്. അതേസമയം കേസിലെ 2ാം പ്രതി MR അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും 1ാം പ്രതി KR പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം ഓയൂരിലെ വിവാദമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട ഡിവൈഎസ്പി അപേക്ഷ നൽകിയത്. തട്ടിക്കൊണ്ടുപോയ കാറിൽ 4 പേർ ഉണ്ടായിരുന്നുവെന്ന കുട്ടിയുടെ അച്ഛന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ 6ാം തീയതിയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയത്. 10 ദിവസമാണ് തുടരന്വേഷണത്തിന്റെ കോടതി അനുമതി. പ്രതികളുടെ ജാമ്യാപേക്ഷകളും കോടതി പരിഗണിച്ചു. 1ാം പ്രതി ചാത്തന്നൂർ സ്വദേശി KR പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2ാം പ്രതി പത്മകുമാറിന്റെ ഭാര്യ MR അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ദമ്പതികളുടെ മകളായ 3ാം പ്രതി അനുപമയ്ക്ക് ഹൈക്കോടതി ജൂലൈയിൽ ജാമ്യം നൽകിയിരുന്നു. 1ഉം 2ഉം പ്രതികൾ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അവർ പ്രധാനമായി പറഞ്ഞ കാര്യം 3ാം പ്രതിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്ത പശ്ചാത്തലത്തിൽ ആ പ്രതികൾക്ക് കൂടെ ജാമ്യം നൽകണമെന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ അത് എതിർത്തു. 1ാം പ്രതിയുടെ ജാമ്യം കോടതി നിരസിച്ചു. ഉപാധികളോടെ 2ാം പ്രതിക്ക് 3ാം പ്രതിക്ക് കൊടുത്ത ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 27ാം തീയതിയാണ് പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നതാണ് കേസ്. ജനം, കൊല്ലം.